ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ യുവതിയുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സഭാപ്രസംഗൻ്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം തിരുവചനം. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങൾ വരുന്നതിന് മുൻപ് നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ സ്മരിക്കുക. പ്രിയപ്പെട്ട യുവാവേ, യുവതി, നിനക്ക് ആരോഗ്യമുള്ളപ്പോൾ, നിനക്ക് കഴിവുള്ളപ്പോൾ, നീ നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉയർന്നു നിൽക്കുമ്പോൾ യേശുവിനെ സ്വന്തമായി സ്വീകരിച്ച് യേശുവിൻ്റെ വഴിയിലൂടെ നടക്കുന്ന ഒരു ആത്മസ്വാതന്ത്ര്യം. ഇന്ന് അനേക യുവാക്കൾക്ക് ഈ സ്വാതന്ത്ര്യമില്ല. തങ്ങളുടെ അസ്തിത്വം എന്തെന്ന് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. 2 കൊരിന്തോസ് 5:17 ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുന്ന, ഐഡൻറ്റിറ്റിക്ക് വേണ്ടി പല കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരോട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഇതാ ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. യേശുക്രിസ്തുവിൽ പുതിയ സൃഷ്ടി ആവുക എന്നുള്ളതാണ് നിൻ്റെ ഐഡൻറ്റിറ്റി. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു നൽകുന്ന പുതിയ ജീവിതത്തിലേക്ക്, പുതിയ സ്വഭാവത്തിലേക്ക്, പുതിയ വഴിയിലേക്ക് മുന്നേറുവാൻ നിനക്ക് സാധിക്കും. യേശു നിന്നെ സ്വന്തമാക്കും. യേശു നിന്നെ അനുഗ്രഹിക്കും. യേശു തൻ്റെ രക്തത്താൽ നിന്നെ കഴുകി ഏറ്റവും സുന്ദരനും സുന്ദരിയുമാക്കി മാറ്റും. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ സങ്കീർത്തന പുസ്തകം 119:9 നമ്മൾ കാണുകയാണ്, എങ്ങനെയാണ് ഈ വഴിയിലൂടെ മുന്നേറേണ്ടത്. യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചു കൊണ്ട് തന്നെ. ദൈവവചനമനുസരിച്ച് നിർമ്മലതയോടുകൂടി, പ്രസന്നതയോടുകൂടി, സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി, ആത്മധൈര്യത്തോടുകൂടി, അഭിമാനത്തോടുകൂടി ജീവിക്കാൻ ഓരോ യുവാവിനും യുവതിക്ക് സാധിക്കും. നമ്മുടെ യൂണിവേഴ്സിറ്റികൾ, ക്യാമ്പസുകൾ, അവിടെയെല്ലാം ദൈവത്തിൻ്റെ വചനം നിറയപ്പെടണം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19:10 ഇത് 2 വർഷത്തേക്ക് തുടർന്നു. തന്മൂലം ഏഷ്യയിൽ വസിച്ചിരുന്ന എല്ലാവരും, യഹൂദരും ഗ്രീക്കുകാരും, കർത്താവിൻ്റെ വചനം കേട്ടു. കർത്താവിൻ്റെ വചനം കേൾക്കാൻ യൂണിവേഴ്സിറ്റികളിലായിരിക്കുന്ന, കോളേജിലായിരിക്കുന്ന, മറ്റ് പല രാജ്യങ്ങളിലും പഠിക്കാൻ പോയ ഓരോ യുവാവിനെയും യുവതിയെയും പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ അനേക യുവാക്കളെ സ്വർഗത്തിന് വേണ്ടി, സ്വർഗരാജ്യത്തിന് വേണ്ടി കർത്താവ് ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭ 1 തിമോത്തിയോസ് 4:12 ആരും നിന്റെ പ്രായക്കുറവിൻ്റെ പേരിൽ നിന്നെ അവഗണിക്കാൻ ഇടയാകരുത്. വാക്കുകളിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. പ്രിയപ്പെട്ട യുവാവേ, യുവതി, ഏതൊക്കെ കാര്യങ്ങളിലാണ്? വാക്കുകളിൽ, പെരുമാറ്റത്തിൽ, സ്നേഹത്തിൽ, വിശ്വാസത്തിൽ, വിശുദ്ധിയിൽ അനേകർക്ക് മാതൃക നൽകിക്കൊണ്ട്. നിന്റെ പ്രായമൊക്കെ ചെറുതായിരിക്കാം, പക്ഷേ നിന്റെ യൗവനത്തിൽ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്താൻ, അനേകർക്ക് ഈശോയെ കൊടുക്കാൻ, അനേകർക്ക് ഈശോയുടെ സമാധാനത്തിൻ്റെ ഉപകരണമായി മാറാൻ, നിന്റെ കുടുംബത്തിൽ യേശുക്രിസ്തുവിൻ്റെ വെളിച്ചം കൊണ്ടുവരുവാൻ, നിന്റെ കൂട്ടുകാരുടെ ഇടയിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി വിളമ്പാൻ നിന്നെ ഉപയോഗിക്കാൻ കർത്താവിന് സാധിക്കും. ഓ സ്വർഗീയ പിതാവെ, പ്രാർത്ഥിക്കുകയാണ് ഈ അഞ്ചപ്പം ശ്രമിക്കുന്ന ഓരോ യുവാക്കളെയും പരിശുദ്ധാത്മാവിൻ്റെ നവമായ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ വലിയ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഗ്നിയാൽ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട യുവാക്കന്മാർക്ക് ഈ എപ്പിസോഡ് അയച്ചു കൊടുക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ.